അങ്ങ് ശിവഗിരിയിൽ വെച്ച് തന്നെ ഗുരുദേവൻ ഹിന്ദു അല്ല, സനാതന ധർമ്മിയല്ല, സനാതന ധർമ്മത്തിൻ്റെയാണെന്നൊക്കെ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തില് അകപ്പാട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ, കാരണം ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള മഹാത്മാക്കളുടെ പ്രവർത്തനത്തിലുള്ള അംഗീകാരം, അതിലുള്ള മാറ്റം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ അതിനെ എതിർക്കലല്ല ആവശ്യം. സനാതന ധർമ്മത്തിൽ നിന്ന് ഇതുപോലെ നമുക്ക് നിഷേധിക്കാനാവാത്ത അനിഷേധ്യമായ സ്ഥാനം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ ഇതിന്റെ ഭാഗമല്ലാതെ വരുത്തിയിട്ടുള്ള സമൂഹം അതില് വീണുപോകരുത്. തീർച്ചയായിട്ടും ശരിയായ യുക്തിപൂർവമായ ശാസ്ത്ര വിചാരം ചെയ്തുകൊണ്ട് പഠനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് സ്വാമിജി 7 ദിവസങ്ങളിൽ 7 മണിക്കൂർ സമയം പൊതുവേദി ക്ഷണിക്കപ്പെട്ടു, പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടതല്ല, അല്ലാത്ത വേദിയിൽ സംശയ നിവാരണത്തിന് അവസരം കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, സ്വാമിജി ഏത് പ്രഭാഷണത്തിന് പോയാലും, ക്ഷേത്രത്തിലെ എവിടെ പോയാലും, പ്രധാനപ്പെട്ട കോളേജുകളിൽ ഒക്കെ സെമിനാറുകൾക്കൊക്കെ പോയാലും ഇത് സ്വാമിജിയുടെ ഒരു പ്രത്യേകതയാണ്.